നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുമ്പടാജയിലെ പുഷ്പലത ഷെട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസം മുട്ടിച്ചുള്ള മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാഞ്ഞങ്ങാട് അതിഞ്ഞാലിലെ അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ മോഷണം. വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന 5ലേറെ ലാപ്ടോപ്പുകളും പണവും മോഷണം പോയി. ആരിക്കാടി ടോൾ പിരിവിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന് കോടതി. മംഗളൂരു ബെൽത്തങ്ങാടിയിൽ ക്ഷേത്രദർശനത്തിന് പോയ 15കാരനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം. ചെർക്കള കല്ലെടുക്ക അന്തർസംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ. അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം. മഞ്ചേശ്വരം തുമിനാട്ട് വൈദ്യുത തൂണിൽ വീണ മരം മുറിച്ച് നീക്കം ചെയ്യുന്നതിനിടെ മരം ദേഹത്തേക്ക് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഉത്തർപ്രദേശ് സ്വദേശിയായ വീരേന്ദ്രയാണ് മരിച്ചത്. മകരജ്യോതി ദർശന ഭാഗമായി തൃക്കരിപ്പൂരിൽ മകരജ്യോതി ആഘോഷം നടത്തി. പായസദാനവും ചിരാത് തെളിയിക്കലും നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പടാജയിലെ പുഷ്പലത ഷെട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസം മുട്ടിച്ചുള്ള മരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിലെ പരിക്കുകൾ പിടിവലിക്കിടെ ഉണ്ടായതെന്നും കണ്ടെത്തൽ. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പടാജെ മൗവാർ ആജിലയിലെ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികയുടെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൗവാർ ആജിലയിലെ പരേതനായ വെങ്കപ്പ ഷെട്ടിയുടെ ഭാര്യ പുഷ്പലത വി ഷെട്ടിയെ വ്യാഴാഴ്ച രാവിലെയാണ് വീട്ടിനകത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ശ്വാസം മുട്ടിച്ചുള്ള മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിലുണ്ടായ പരിക്കുകൾ പിടിവലിക്കിടെ ഉണ്ടായതെന്നും കണ്ടെത്തൽ. മോഷണത്തിനിടെയുണ്ടായ കൃത്യമെന്ന നിഗമനത്തിലാണ് പോലീസ്. പുഷ്പലതയുടെ 4 പവൻ തൂക്കമുള്ള കരിമണി സ്വർണമാല നഷ്ടമായിരുന്നു. ബംഗളൂരുവിൽ താമസിക്കുന്ന സഹോദരി പുത്രിയാണ് മരണം സംബന്ധിച്ച് ബദിയടുക്ക പോലീസിൽ പരാതി നൽകിയത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ നിലത്ത് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. പ്രാഥമിക പരിശോധനയിൽ കഴുത്ത് ഞെരുക്കിയതായി സംശയമുണ്ടായിരുന്നു. മുഖത്ത് കാണപ്പെട്ട മുറിവുകളും മരണത്തിൽ ദുരൂഹത ഉയർത്തി. മരണത്തിൽ സംശയമുണ്ടെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടതോടെയാണ് മൃതദേഹം പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തുവാൻ തീരുമാനിച്ചത്. പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന 4 പവൻ തൂക്കമുള്ള കരിമണിമാല നഷ്ടപ്പെട്ടിരുന്നു. അതേസമയം 4ലേറെ സ്വർണ്ണവളകളും പണവും വീട്ടിനകത്തെ അലമാരയിൽ ഉണ്ടായിരുന്നു. മരണത്തിന് പിന്നിൽ കവർച്ചക്കാരാണെങ്കിൽ അലമാരയിലെ സ്വർണവും പണവും എടുക്കുമായിരുന്നില്ലേ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ കവർച്ചക്കാരാണെന്ന് വരുത്തി തീർക്കുവാൻ ആസൂത്രിത ശ്രമം നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. പിൻവശത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നു. പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും സൈബർ സെല്ലിൻ്റെയും സഹായത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് അതിഞ്ഞാലിലെ അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ മോഷണം. വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന 5ലേറെ ലാപ്ടോപ്പുകൾ മോഷണം പോയി. കുട്ടികളുടെ സഞ്ചയിക സമ്പാദ്യ പദ്ധതിയിലെ പണവും കവർന്നു. സംഭവത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകന്റെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിഞ്ഞാലിൽ പ്രവർത്തിക്കുന്ന അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ വ്യാഴാഴ്ച രാത്രിയോടെയാണ് കള്ളൻ കയറിയത്. വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന 5ലേറെ ലാപ്ടോപ്പുകളും പണവും കവർന്നു. സ്കൂളിന്റെ ഓഫീസ് മുറി, ക്ലാസ് റൂം, ഗോഡൌണും കുത്തി തുറന്ന നിലയിലാണ്. രാവിലെ ജീവനക്കാരൻ തുറക്കാനെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത്. ഹോസ്ദുർഗ് പോലീസിൽ പ്രധാനാധ്യാപകൻ പരാതി നൽകി. ഇത് നമ്മുടെ സ്കൂളിൽ ഇന്നലെ വൈകുന്നേരം 6:30 വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഹെഡ് മാഷ് ഇന്നലെ ഞങ്ങൾക്ക് ടൂറായിരുന്നു. അപ്പോൾ സ്കൂള് ഇന്നലെ 6:30ക്കാണ് അടച്ചിട്ട് മാഷ് പോയത്. ഇന്ന് രാവിലെ PTCM വന്ന് റൂം തുറക്കാൻ നോക്കുമ്പോഴാണ് എല്ലാം പൊളിച്ചിട്ടിട്ട് കണ്ടത്. ഓഫീസ് റൂമിൽ നിന്ന് ലാപ്ടോപ്പുകളൊക്കെ നഷ്ടപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഞ്ജയികയുടെ പൈസ ഉണ്ടായിരുന്നു. ആ ഷെൽഫും തുറന്നിട്ടിട്ട് കാണുന്നുണ്ട്. പ്രീ പ്രൈമറിയുടെ ഒരു ക്ലാസ് റൂം തുറന്നിട്ടതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെ സൈക്കിള് സൂക്ഷിക്കുന്ന ഒരു റൂമുണ്ട്. കഞ്ഞിപ്പുരയുടെ അവിടെ അതും പൊളിച്ചിട്ട് കാണുന്നുണ്ട്. സൈക്കിളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പരാതി കൊടുക്കാൻ വേണ്ടി HMഉം PTA പ്രസിഡന്റും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ സഞ്ചയിക സമ്പാദ്യ പദ്ധതിയിലെ പണമാണ് കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആരിക്കാടി ടോൾ പിരിവിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന് കോടതി. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും.
ഇതിനിടെ ബുധനാഴ്ച രാത്രിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ ടോൾ പിരിവ് ഏജൻസിക്ക് 10 ലക്ഷത്തിന്റെ നഷ്ടമുണ്ടായതായാണ് പറയുന്നത്. സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് AK മഷ്റഫ് MLAക്ക് പോലീസ് നൽകിയ നോട്ടീസിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിച്ചത്. ആരിക്കാടി ടോൾ പിരിവിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. അന്ന് കേസിൽ വിശദമായ വാദം നടക്കും. ഇതിനിടെ ടോൾ പിരിവിനെതിരെയുള്ള ജനകീയ സമരം ശക്തമാക്കുവാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. സമരത്തിന്റെ ഭാവി പരിപാടികൾ യോഗം ചേർന്നായിരിക്കും തീരുമാനിക്കുക. ടോൾ ഗേറ്റിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ അക്രമ സംഭവങ്ങളിൽ ടോൾ പിരിവ് ഏജൻസിക്ക് 10 ലക്ഷത്തിന്റെ നഷ്ടമുണ്ടായതായാണ് പറയുന്നത്. ക്യാമറകൾ, ഫാസ്ടാഗ് റീഡേഴ്സ്, കമ്പ്യൂട്ടർ ക്യാബിൻ ഗ്ലാസ് എന്നിവ തകർത്തതിലാണ് നഷ്ടം കണക്കാക്കിയത്. സമരം അവസാനിപ്പിക്കണമെന്ന് കാണിച്ച് AK മഷ്റഫ് MLAക്ക് പോലീസ് നൽകിയ നോട്ടീസിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു ബെൽത്തങ്ങാടിയിൽ ക്ഷേത്ര ദർശനത്തിന് പോയ 15കാരനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം. മരണപ്പെട്ട സുമന്തിന്റെ തലയിൽ വാൾ പോലുള്ള ആയുധം കൊണ്ടുള്ള 3 മുറിവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. കുട്ടിയെ പുള്ളിപ്പുലി ആക്രമിച്ചതായിരിക്കാമെന്ന് നാട്ടുകാർക്കിടയിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. സംഭവത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബെൽത്തങ്ങാടിയിലെ 15കാരന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. മരണപ്പെട്ട സുമന്തിന്റെ തലയിൽ 3 മുറിവുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. വാൾ പോലുള്ള ആയുധം കൊണ്ടാണ് വെട്ടേറ്റതെന്നാണ് പ്രാഥമിക വിവരം. കുളത്തിൽ വീണ കുട്ടി പിന്നീട് ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതോടെ മരിച്ചതായി സംശയിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. മംഗളൂരുവിലെ ജില്ലാ വെൻലോക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആയുധം കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് കുളത്തിൽ തള്ളിയതാകാമെന്നും സംശയിക്കുന്നു. ആദ്യം കുട്ടിയെ പുള്ളിപ്പുലി ആക്രമിച്ചതായിരിക്കാമെന്ന് നാട്ടുകാർക്കിടയിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് സുമന്തിനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒഡിൽനാല സാമ്പോയിലിയയിലുള്ള വീട്ടിനടുത്തുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ ധനുപൂജയിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ സുമന്തിനെ കാണാതാവുകയായിരുന്നു. കുളത്തിന് സമീപത്ത് രക്തക്കറ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. സുമന്തിന്റെ മൃതദേഹം കണ്ടെത്തിയ കുളവും പരിസരവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. ബെൽത്തങ്ങാടി ഡെപ്യൂട്ടി SP CK രോഹിണിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വേണൂർ, ബെൽത്തങ്ങാടി, പുഞ്ചൽക്കട്ടെ, ധർമ്മസ്ഥല എന്നീ സ്റ്റേഷനുകളിലെ പോലീസാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മാംഗ്ലൂർ. ചെർക്കള കല്ലടുക്ക അന്തർസംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് നന്നാക്കുവാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ബദിയടുക്ക മേഖല പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഹാരിസ് ബദിയടുക്ക നിവേദനം നൽകി. ചെർക്കള കല്ലടുക്ക അന്തർ സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥയെ തുടർന്ന് യാത്രക്കാരും ഡ്രൈവർമാരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ചെർക്കള മുതൽ ഉക്കിനടുക്ക വരെ 19 കിലോമീറ്റർ റോഡ് മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് 1 വർഷത്തോളമാകുകയാണ്. നിറയെ വിദ്യാർത്ഥികളെയും കയറ്റിവരുന്ന ബസ്സുകൾ കുഴിയിൽ വീണ് വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും പരിക്ക് പറ്റുന്നത് നിത്യസംഭവമാകുകയാണ്.
മാത്രമല്ല ഇരുചക്ര വാഹനങ്ങൾക്ക് ഇതുവഴി പോകുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. റോഡ് നന്നാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് വിവിധ തലങ്ങളിൽ നിന്നും ആവശ്യമുയർന്നുവെങ്കിലും വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു മാസം മുൻപ് 40 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയായതാണ്. എന്നാൽ ഇതുവരെയായും പ്രവൃത്തി തുടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് റോഡ് നന്നാക്കുവാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ബദിയടുക്ക മേഖല പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഹാരിസ് ബദിയടുക്ക നിവേദനം നൽകിയത്. എത്രയും പെട്ടെന്ന് പ്രവൃത്തി തുടങ്ങിയില്ലെങ്കിൽ 19-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഈ റൂട്ടിൽ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്നും ഹാരിസ് ബദിയടുക്ക ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു. ചെർക്കള കല്ലടുക്ക അന്തർ സംസ്ഥാന പാതയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പള്ളത്തടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് ഏകദേശം ചെർക്കള മുതൽ ഉക്കിനടുക്ക വരെ 19 കിലോമീറ്റർ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി ഏകദേശം 1 വർഷത്തോളമായി. പള്ളത്തടുക്കയിൽ പ്രളയത്തിൽ ഒലിച്ചു പോയതുപോലെയാണ് റോഡിന്റെ അവസ്ഥ. അപ്പൊ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു മാസം മുമ്പാണ് ഇതിന് 40 ലക്ഷം രൂപ ടെൻഡർ നടപടി പൂർത്തിയായത്. കരാറുകാരന് നാളെ തന്നെ വർക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ് തടസ്സം നിൽക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇപ്പോൾ ചെയ്യേണ്ട 31 കോടി രൂപന്റെ വർക്കിന്റെ പേപ്പർ വർക്ക് ആയിക്കൊണ്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. പെർള ഭാഗത്തു നിന്നും രാവിലെ നിറയെ വിദ്യാർത്ഥികളെ കയറ്റി വരുന്ന ബസ്സുകൾ ഈ കുഴിയിൽ വീണ് വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ദിവസം പരിക്ക് പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങളും ഈ കുഴിയിൽ വീണ് പരിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ RTOയ്ക്കും നിവേദനം നൽകിയിട്ടുണ്ട്. വരുന്ന 19-ാം തീയതി തിങ്കളാഴ്ച മുതൽ, തിങ്കളാഴ്ചക്ക് മുമ്പ് ഇതിന്റെ വർക്ക് തുടങ്ങിയില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഈ റൂട്ടിലോടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർത്തി അനിശ്ചിതകാല സമരത്തിലേക്ക് ഇറങ്ങുമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ വർക്ക് തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ചെർക്കള കല്ലടുക്ക റോഡ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഞാനും കല്ലടുത്തേക്ക് ഹൈവേ എന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷെ ഇത് ഹൈവേ അല്ല, ആക്ച്വലി ഇത് തോടാണ്. അരക്കോല് കൊഴിയുള്ള ഒരു തോടാണ് ഇത്. കണ്ടില്ല, ഇപ്പൊ തന്നെ കണ്ടില്ല. ശരി, അതായത് ഒരുപാട് ഹോസ്പിറ്റൽ കേസും സ്കൂൾ കുട്ടികളും ഒരുപാട് ഹൈവേയിൽ പോകുന്ന വണ്ടികളാണ് ഇതിൽ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു വണ്ടിക്കാർക്കും പോകാൻ പറ്റുന്നില്ല, ഒരുപാട് ടൈം എടുക്കുന്നത്. ആക്ച്വലി ഒരു 1 കിലോമീറ്ററിന് യാത്ര പോകാനാണെങ്കിൽ ഏകദേശം അരമണിക്കൂറിന് കൂടുതൽ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഒരു നടപടി എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് റോഡല്ല, ഇത് തോടിത്. 1 വർഷമായി ഇത് ഇങ്ങനെ തന്നെ. അറിഞ്ഞ MLA ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഇതിനൊരിതില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ തുമിനാട് ലക്ഷം വീട് സങ്കേതത്തിലെ വൈദ്യുത തൂണിൽ വീണ മരം മുറിച്ച് നീക്കം ചെയ്യുന്നതിനിടെ മരം ദേഹത്തേക്ക് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഉത്തർപ്രദേശ് സ്വദേശിയായ വീരേന്ദ്രയാണ് മരിച്ചത്. കുഞ്ചത്തൂരിലെ തുമിനാട് ലക്ഷം വീട് സങ്കേതത്തിൽ വൈദ്യുതി തൂണിൽ വീണ മരം മുറിച്ച് നീക്കം ചെയ്യുന്നതിനിടെയുണ്ടായ അപകടത്തിൽ മരം ദേഹത്തേക്ക് വീണ് തൊഴിലാളിക്ക് ദാരുണ മരണം. ഉത്തർപ്രദേശ് സ്വദേശിയായ വീരേന്ദ്രയാണ് മരിച്ചത്. മരം മുറിച്ചു മാറ്റുന്ന ജോലിക്കിടെ സമീപത്ത് ജോലി ചെയ്തിരുന്ന വീരേന്ദ്രയുടെ ദേഹത്തേക്ക് മരം വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളിയെ ഉടൻ തന്നെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. ആദ്യം മരണപ്പെട്ട തൊഴിലാളിയെ തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ടത് ഉത്തർപ്രദേശ് സ്വദേശിയായ വീരേന്ദ്രയാണെന്ന് തിരിച്ചറിഞ്ഞത്. വാർഡംഗം ഇല്യാസ് തുമിനാടിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. തുടർന്ന് മൃതദേഹം വിമാനമാർഗം ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഈ ദാരുണ സംഭവം പ്രദേശത്ത് വലിയ ദുഃഖത്തിനാണ് വഴിവെച്ചത്. ജോലി സമയത്ത് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാത്തതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അതിനാൽ തന്നെ കൃത്യമായ മുൻകരുതലുകളോടുകൂടി മാത്രമേ ഇത്തരം ജോലികളിൽ ഏർപ്പെടാവൂ എന്നും പ്രദേശവാസികൾ പറഞ്ഞു. അബ്ദുൽ-റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മകരജ്യോതി ദർശന ഭാഗമായി തൃക്കരിപ്പൂർ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മകരജ്യോതി ആഘോഷം നടത്തി.
തൃക്കരിപ്പൂർ അയ്യപ്പ ഭജന മഠത്തിൽ പായസദാനവും ചിരാത് തെളിയിക്കലും നടന്നു. 60 വർഷം പിന്നിടുന്ന തൃക്കരിപ്പൂർ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ മകരജ്യോതി തെളിയുന്ന വേളയിലാണ് നൂറുകണക്കിന് ചിരാതുകൾ ഭജന മന്ദിരത്തിനു ചുറ്റും ദീപം തെളിയിച്ചത്. കെ.വി. കുഞ്ഞിരാമൻ ഗുരുസ്വാമി ദീപം പകർത്തു. ഗുരുസ്വാമിമാരായ വി. നാരായണൻ, പി. ശശി, വി. പത്മനാഭൻ, ടി. രഘുനാഥ്, ഭജനാമന്ദിരം ഭാരവാഹികളായ കെ.പി. സുരേശൻ, എം. ബിജു എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന സമ്മേളനം മാർച്ച് 6-7 തീയതികളിലായി നടക്കും. സമ്മേളനത്തിനു മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. കാസർഗോഡ് ടൗൺ ബാങ്ക് സെന്റർ ഹാളിൽ വെച്ചായിരുന്നു യോഗം. ഒരു സംവിധാനം ഏർപ്പെടുത്താൻ ജില്ലയ്ക്ക് സാധിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ജില്ലയുടെ ഭാരവാഹികളിലും അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികളായിരിക്കുന്ന രാവുജിയിലും അല്ലെങ്കിൽ നമ്മുടെ മുത്തുകൃഷ്ണേട്ടൻ, അതേപോലെ നമ്മുടെ ദിലീപ് നമ്മുടെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള പ്രവർത്തകനാണ്. അതേപോലെ നമ്മുടെ ഈ ജില്ലയുടെ നാഗരാജ് കുഞ്ഞിരാമേട്ടൻ, ഇവർക്കൊക്കെ തന്നെ അതിനുള്ള ശേഷിയും അറിവും ഉണ്ട് എന്ന കാരണത്താൽ സംസ്ഥാന സമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമില്ലാതെ തന്നെ സംസ്ഥാന സമ്മേളനം ജില്ലയിൽ നടക്കും എന്ന കാര്യത്തിൽ ഉറച്ച വിശ്വാസം. ജില്ലാ പ്രസിഡന്റ് ബി. നാഗരാജയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗോപാലകൃഷ്ണ ഭട്ട് IAS ചെയർമാനായും കുഞ്ഞിരാമൻ കേളോത്ത് ജനറൽ കൺവീനറായും 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയഭാനു C, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ MK, സംസ്ഥാന സെക്രട്ടറി വിനോദ് KN, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുത്തുകൃഷ്ണൻ K, സംസ്ഥാന സമിതി അംഗം B. ഈശ്വരറാവു, മുനിസിപ്പൽ കൗൺസിലർമാരായ ശ്രുതി KS, ദിവ്യ സന്ദീപ്, വേണുഗോപാൽ, പീതാംബരൻ P, ഹരീഷ് കുമാർ CH, AT നായിക് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ കേളോത്ത് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK കുഞ്ഞമ്പു മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. വണ്ടികളെ കരിനിയമങ്ങൾ കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാരിന്റെ പേര് പറഞ്ഞ് ഓട്ടോ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ചാർജ് 10 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെയായിരുന്നു കാസർഗോഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RT ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. BMS ജില്ലാ അധ്യക്ഷൻ ഉപേന്ദ്ര കോട്ടക്കണി ഉദ്ഘാടനം ചെയ്തു. ഈ സർവത്ര മേഖലയിലും ഇവിടുത്തെ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സൂചന സമരം മാത്രമാണ് RT ഓഫീസിലേക്ക് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും അതുപോലെ തന്നെ ടാക്സി തൊഴിലാളികളും ബസ് ജീവനക്കാരും ഇവിടെ സൂചന പണിമുടക്ക് അല്ലെങ്കിൽ സൂചന സമരം എന്ന രീതിയിലാണ് RT ഓഫീസിലേക്ക് ഇവിടെ സമരം ചെയ്തിരിക്കുന്നത്. ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു നടപടി ഇല്ലെങ്കിൽ കേരളത്തിലെ സ്ഥിരാ കേന്ദ്രത്തിലേക്ക് 10,000 നമ്മുടെ മോട്ടോർ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമരം ഉണ്ടാകുമെന്ന് മാത്രം. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ അധ്യക്ഷൻ ശിവരാമ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, BMS ജില്ലാ ഭാരവാഹികളായ ദിനേശ് ബംബ്രാണ, ഹരീഷ് കുതിരപ്പാടി, ഗുരുദാസ് ചേനക്കോട്, A. കേശവ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ ഉമേഷ് SK, വിശ്വനാഥ ഷെട്ടി, രാജേഷ് കാഞ്ഞങ്ങാട്, ബാബുമോൻ ചെങ്കള എന്നിവർ പങ്കെടുത്തു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ സെക്രട്ടറി ഭരതൻ കല്യാൺ റോഡ് സ്വാഗതവും സദാശിവ മുള്ളേരിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന്റെ ആരോഗ്യരംഗത്ത് സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് ആസ്റ്റർ മിംസ് കാസർഗോഡ്. ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം വെറും 3 മാസത്തിനുള്ളിൽ 100 സുരക്ഷിത പ്രസവങ്ങളും 100 ആൻജിയോപ്ലാസ്റ്റികളും വിജയകരമായി പൂർത്തിയാക്കി. ഈ ഇരട്ട നേട്ടത്തിന്റെ ആഘോഷം ആശുപത്രിയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു.
സ്ത്രീകളുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ആസ്റ്റർ മിംസിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ നടപ്പിലാക്കുന്നത്. ഗർഭിണികൾക്ക് വേദനയില്ലാത്ത പ്രസവം സാധ്യമാക്കുന്ന എപ്പിഡ്യൂറൽ ഡെലിവറി, മറ്റ് സുരക്ഷിത പ്രസവ പരിചരണ സംവിധാനങ്ങൾ എന്നിവയിലൂടെയാണ് ആശുപത്രി ഈ നേട്ടം കൈവരിച്ചത്. 10 വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന ഗൈനക്കോളജി വിഭാഗവും പരിചയസമ്പന്നരായ അനസ്തേഷ്യ, നിയോനേറ്റൽ ടീമുകളും ചേർന്നാണ് പ്രസവങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജില്ലയിൽ ആസ്റ്റർ മിംസിൽ മാത്രം ലഭ്യമായ അത്യാധുനിക ലെവൽ 3 NICU സംവിധാനം നവജാത ശിശുക്കൾക്ക് മികച്ച പരിചരണം ഉറപ്പാക്കുന്നു. ഹൃദ്രോഗ ചികിത്സാരംഗത്തും ആശുപത്രി മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക കാത്ത് സൗകര്യങ്ങളോടെയുള്ള കാർഡിയോളജി വിഭാഗം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100 ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾ പൂർത്തിയാക്കി. ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സമയബന്ധിതമായ ഇടപെടലുകളും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുവാൻ സാധിക്കുന്ന സംവിധാനങ്ങളാണ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് അധികൃതർ വ്യക്തമാക്കി. ആശുപത്രിയുടെ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് ചടങ്ങിൽ വിലയിരുത്തി. ഇതിന്റെ ഭാഗമായി ജീവനക്കാരെ ആദരിക്കുകയും കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുകയും ചെയ്തു. ആശുപത്രിയിൽ നടന്ന വിജയാഘോഷ ചടങ്ങിൽ COO സുധീർ PA, CMS ഡോക്ടർ സാജിദ് സലാഹുദ്ദീൻ, ഓപ്പറേഷൻസ് ഹെഡ് അശ്വന്ത് PM, കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ രാമകൃഷ്ണ CD, ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ വിദ്യ സുരേഷ് ബാബു, പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ ഉദയ് ശ്രീനിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാതെ ഡോക്ടർ അബ്ദുൽ നവാഫ്, ഡോക്ടർ കിഷൻ രാജ്, ഡോക്ടർ ദീപ മാധവൻ, ഡോക്ടർ പൃഥ്വി S, ഡോക്ടർ അൻവിത, ഡോക്ടർ ഷഹാന, ഡോക്ടർ നീലിമ രാജീവ്, ഡോക്ടർ രചിത, ഡോക്ടർ അപർണ PV, ഡോക്ടർ മുഹമ്മദ് നബീൽ, ഡോക്ടർ ജുമാന മെഹ്ജബിൻ, ഡോക്ടർ ചൈത്ര P എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഗുണനിലവാരമുള്ള ചികിത്സയും രോഗി സുരക്ഷയും മുൻനിർത്തി ഭാവിയിലും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുമെന്ന് ആസ്റ്റർ മിംസ് അധികൃതർ അറിയിച്ചു. ഹൃദയ സംബന്ധമായതോ മറ്റ് അടിയന്തര ചികിത്സകൾക്കോ 7034434401 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഈ വർഷത്തെ വയലും വീടും ഹരിത പുരസ്കാരത്തിന് ഉദുമ പഞ്ചായത്തിലെ കോടോത്തുവളപ്പിൽ കുഞ്ഞിക്കണ്ണനെ തെരഞ്ഞെടുത്തു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മാങ്ങാട് നടക്കുന്ന വയലും വീടും ഹരിത സംഗമത്തിൽ കാസർഗോഡ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ പുരസ്കാര വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് കർഷക ശാസ്ത്രജ്ഞ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന രജിസ്റ്റേർഡ് സംഘടനയാണ് വയലും വീടും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള സെലക്റ്റീവ് അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന സംഘടനയാണത്. കാർഷിക പരിസ്ഥിതി മേഖലകളിലെ മികച്ച പ്രവർത്തനം കണക്കിലെടുത്ത് 3 വർഷമായി വയലും വീടും ഹരിത പുരസ്കാരം എന്ന പേരിൽ 10,000 രൂപയും ഫലകവും നൽകി വരുന്നു. ഉദുമ പഞ്ചായത്തിലെ കോടോത്തുവളപ്പിൽ കുഞ്ഞിക്കണ്ണനാണ് ഇത്തവണത്തെ പുരസ്കാരം. കാർഷിക മേഖലയിലെ സജീവതയും പരിസ്ഥിതി BMC പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. പുരസ്കാര ജേതാവിനെ കുറിച്ചും അതിൻ്റെ പ്രോസസ്സിനെ സംബന്ധിച്ചും ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ K ചന്ദ്രേട്ടൻ നിങ്ങളോട് പ്രത്യേകം സംസാരിക്കും. ഡോക്ടർ K ചന്ദ്രൻ, ഫോർമർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ICAR കണ്ണൂർ. ഡോക്ടർ സന്തോഷ് കുമാർ കൂക്കൾ, സയൻറ്റിഫിക് മാനേജർ ആൻഡ് R&D മാംഗ്ലൂർ. ശ്രീ രവീന്ദ്രൻ കൊടക്കാട്, ജീനോം സേവ്യർ എന്നിവരാണ് പുരസ്കാര സമിതി അംഗങ്ങൾ. രവീന്ദ്രൻ കൊടക്കാട് ഇവിടെ വരേണ്ടതായിരുന്നു, ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റാണ്, വന്നിട്ടില്ല, മറ്റു തിരക്കായതുകൊണ്ട്. പുരസ്കാര വിതരണം 2026 ജനുവരി 18 രാവിലെ 10 മണിക്ക് മാങ്ങാട് നടക്കുന്ന വയലും വീടും ഹരിത സംഗമത്തിൽ വെച്ച് പ്രസിഡന്റ് E ജനാർദ്ദനൻ പാണൂരിൻ്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായർ. ഈ SPക്ക് ഇവിടെ എന്ത് കാര്യം നോക്കണ്ട, കൃഷിയുടെ ഞങ്ങളുടെ ഈ സംഘടനയിൽ സജീവമായ ഒരു പ്രവർത്തകനാണ്. നല്ല രീതിയിൽ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഈ SP ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം വിതരണം ചെയ്യും. ഡോക്ടർ ഗവാസ് രാകേഷ്, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം, അദ്ദേഹവും ഞങ്ങളുടെ ഒരു മെമ്പറാണ്, അദ്ദേഹം വരുന്നുണ്ട്. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ, ബാബു പെരുങ്ങോത്ത്, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, അദ്ദേഹം കൃഷിക്കാരനാണ്. ഉഷായൻ നായർ, പെരിയ പഞ്ചായത്തിലെ. AK ജയപ്രകാശ്,
ഡോക്ടർ സന്തോഷ് കുമാർ കൂക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും. ഇ ജനാർദ്ദനൻ പാണൂർ, ഡോക്ടർ കെ ചന്ദ്രൻ, എ ബാലകൃഷ്ണൻ ആലക്കോട്, കണ്ണാലയം നാരായണൻ, രാധാകൃഷ്ണൻ മാങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാലഗോകുലം നവംബർ 1 കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച സുഹൃത കേരളം ഗോകുല കലായാത്രയുടെ സംസ്ഥാനതല സമാപന പരിപാടി കാസർഗോഡ് മധൂരിൽ വെച്ച് നടന്നു. പ്രശസ്ത സംഗീതജ്ഞനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുവർണ ജയന്തിയുടെ ഭാഗമായി ബാലഗോകുലം നവംബർ 1 കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച സുഹൃത കേരളം ഗോകുല കലായാത്രയുടെ സംസ്ഥാനതല സമാപന പരിപാടി കാസർഗോഡ് മധൂരിൽ വെച്ച് നടന്നു. സ്വാഗത സംഘം അധ്യക്ഷൻ കെ ഗോപാലകൃഷ്ണ ഭട്ട് IASന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സംഗീതജ്ഞനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് വേദികളിൽ കടന്നുപോയെങ്കിലും എന്നെന്നും ഓർമ്മിക്കാനും സ്മരിക്കപ്പെടുവാനും പൂജിക്കപ്പെടുവാനും ഭജിക്കുവാനും ഒക്കെ എഴുതി ചേർക്കൊണ്ടുന്ന ഒരു സത്കർമ്മമാണ് ഇന്ന് എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എത്ര കണ്ട് നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കണ്ണു നിറയുകയാണ്. അങ്ങനൊരു സന്ദർഭമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബാലഗോകുലം എന്ന പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ. ഒരുപാട് സന്ദേശങ്ങൾ. നമുക്ക് ഇന്നലെ അനുഭവിച്ച ദുഃഖങ്ങൾ ഇന്നോർത്ത് കരയാം, ഇന്നലെ അനുഭവിച്ച സന്തോഷങ്ങൾ ഇന്നോർത്ത് ചിരിച്ചുകൊണ്ടിരിക്കാം. ഒരു സെക്കൻഡിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഉപാധ്യക്ഷൻ KP ബാബുരാജൻ മാസ്റ്റർ കലായാത്ര സന്ദേശം നൽകി. കജമ്പാടി സുബ്രഹ്മണ്യ ഭട്ട്, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഞ്ചാനി ഷ്യാൻബോഗ്, ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ R പ്രസന്നകുമാർ, ജനറൽ സെക്രട്ടറി KN സജികുമാർ, ദക്ഷിണ കേരളം അധ്യക്ഷൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഉത്തര കേരളം അധ്യക്ഷൻ M സത്യൻ, മധൂർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ജഗദീഷ് പ്രസാദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ NM സദാനന്ദൻ, ബിജു, സെക്രട്ടറിമാരായ V ഹരികുമാർ, MR പ്രമോദ്, T പ്രവീൺ, സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ PM ശ്രീധരൻ മാസ്റ്റർ, NV പ്രജിത് മാസ്റ്റർ, ട്രഷറർ അനിൽകുമാർ, രാധാകൃഷ്ണൻ കോഴിക്കോട്, ജില്ലാ ബാലസമിതി കാര്യദർശി അരവിന്ദ എന്നിവർ സംസാരിച്ചു. തസ്മൈ PR പ്രാർത്ഥനാഗാനം ആലപിച്ചു. കലായാത്രാ സംയോജക് P പ്രശോഭ് മാസ്റ്റർ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ധനഞ്ജയൻ മധൂർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലായാത്രാ ടീം അവതരിപ്പിച്ച നൃത്ത സംഗീത ശില്പവും ഗോകുലാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകൂലം പാട്ടുത്സവത്തിന് സമാപനമായി. തെയ്യങ്ങളുടെ തിരിച്ചുപോക്ക് നടന്നു. ജനുവരി 11 മുതൽ 15 വരെ നീണ്ടുനിന്ന ചരിത്ര പ്രസിദ്ധമായ മടിയൻകൂലോം പാട്ടുത്സവത്തിന് പരിസമാപ്തിയായി. ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം നെരോത്ത് ശ്രീ പെരട്ടൂർ കൂലോം, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ തെയ്യസംഘങ്ങളും പീഠസംഘങ്ങളും തങ്ങളുടെ ആരൂഢങ്ങളിലേക്ക് തിരിച്ചുപോയതോടുകൂടിയാണ് 5 നാൾ നീണ്ട പാട്ട് മഹോത്സവത്തിന് സമാപനമായത്. വഴിനീളെ ഭക്തജനങ്ങൾ തെയ്യസംഘങ്ങളെ വരവേറ്റ് എണ്ണയും കാണിക്കയും മറ്റ് കാണിക്ക വസ്തുക്കളും നൽകി തൊഴുത് മഞ്ഞൾക്കുറി വാങ്ങി ദർശന സായുജ്യം നേടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാലിയേറ്റീവ് കെയർ, NSS, റെഡ് ക്രോസ് എന്നീ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ദിനം ആചരിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV മിനി ഉദ്ഘാടനം ചെയ്തു. പെരിയ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാലിയേറ്റീവ് കെയർ, NSS, റെഡ് ക്രോസ് എന്നീ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ദിനം ആചരിച്ചു. ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പെരിയ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അശരണരായ രോഗികൾക്കു വേണ്ടി വീൽചെയറുകൾ, എയർബെഡുകൾ, സെർവിക്കൽ കോളറുകൾ, യൂറിൻ കാനുകൾ എന്നിവ കൈമാറി.
കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV മിനി ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കോർഡിനേറ്റർ B. മധുരവാണി അധ്യക്ഷത വഹിച്ചു. കോളേജ് ഏറ്റെടുത്ത ദൗത്യത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പെരിയ BFHC ഹെൽത്ത് സൂപ്പർവൈസർ ബിജു ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു പത്മനാഭൻ, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ KP ദീപ, BFHC ഹെൽത്ത് ഇൻസ്പെക്ടർ MV അശോകൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ കീഴോത്ത്, അംബേദ്കർ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ A. ബിബുല റാണി, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ KV സാവിത്രി, കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ C. ഷിജിത്ത്, NSS പ്രോഗ്രാം ഓഫീസർ പ്രവീൺ കുമാർ, പെരിയ PHC നഴ്സ് ബോബി സെബാസ്റ്റ്യൻ, കമ്മ്യൂണിറ്റി നഴ്സ് CV വാസന്തി, റെഡ് ക്രോസ് കോർഡിനേറ്റർ P. അഭിലാഷ്, ഹിസ്റ്ററി വിഭാഗം വകുപ്പ് അധ്യക്ഷ MK സുമലത, BBA വകുപ്പ് അധ്യക്ഷ PK സുപ്രിയ, റെഡ് ക്രോസ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ MN അക്ഷത, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ നസ്രീന തുടങ്ങിയവർ സംസാരിച്ചു. NSS സപ്തദിന സ്പെഷ്യൽ ക്യാമ്പിന്റെ ഭാഗമായി സാമൂഹികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ച വിദ്യാർത്ഥികൾ തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായി കിടന്ന സാധനങ്ങൾ പെയിന്റ് അടിച്ച് ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിലാക്കി ആശുപത്രിക്ക് കൈമാറി. അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കോളേജ് ആസൂത്രണം ചെയ്ത് നടത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുമ്പടാജയിലെ പുഷ്പലത ഷെട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസം മുട്ടിച്ചുള്ള മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാഞ്ഞങ്ങാട് അതിഞ്ഞാലിലെ അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ മോഷണം. വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന 5ലേറെ ലാപ്ടോപ്പുകളും പണവും മോഷണം പോയി. ആരിക്കാടി ടോൾ പിരിവിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന് കോടതി. മംഗളൂരു ബെൽത്തങ്ങാടിയിൽ ക്ഷേത്രദർശനത്തിന് പോയ 15കാരനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. കൊലപാതകമെന്ന് സ്ഥിരീകരണം. ചെർക്കള കല്ലെടുക്ക അന്തർസംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ. അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം. മഞ്ചേശ്വരം തുമിനാട്ട് വൈദ്യുത തൂണിൽ വീണ മരം മുറിച്ച് നീക്കം ചെയ്യുന്നതിനിടെ മരം ദേഹത്തേക്ക് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഉത്തർപ്രദേശ് സ്വദേശിയായ വീരേന്ദ്രയാണ് മരിച്ചത്. മകരജ്യോതി ദർശന ഭാഗമായി തൃക്കരിപ്പൂരിൽ മകരജ്യോതി ആഘോഷം നടത്തി. പായസദാനവും ചിരാത് തെളിയിക്കലും നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.